അപ്പോൾ ഞാനൊരു സംശയിച്ചോട്ടെ, ഒരു പൊതുമാധ്യമത്തിൽ ഞാൻ രാജിവെക്കുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് പറയുകയും ഇത് തരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു സംഘടന എന്തായിരിക്കും ചെയ്യേണ്ടുന്നത്? സംഘടന പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വരെ നിങ്ങളും ധരിച്ചിരുന്ന എന്താണ്? ശ്വേത രാജിവെച്ച് പോയി എന്നാണ്. ശ്വേത രാജിക്കത്ത് കൊടുക്കാത്തത് ശ്വേതയുടെ കുഴപ്പമാണ്. കാരണം ശ്വേത പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ടത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ച രാജി കൊടുക്കേണ്ടത് ശ്വേതയുടെ ഞങ്ങളുടെ ചുമതലയല്ല. ഞാനും എന്റെ കമ്മിറ്റിയും പിരിഞ്ഞു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റി രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ 100-300 പേരും ഇത്രയധികം ഡേ ടു ഡേ ആക്ഷൻസ് ഉള്ള ഒരു സംഘടന ഒരു ദിവസം കൊണ്ട് ഇനി ഇത് എന്തെങ്കിലും ഒരു മാസം കഴിഞ്ഞ് രാജി തരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ ഈ രാജി കിട്ടുമായിരിക്കും എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിർത്താൻ പറ്റില്ലല്ലോ. പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് അതുകൊണ്ടാണ് ഈ അഡ്വോക്ക് കമ്മിറ്റി എന്നുള്ള ടേം, ആ വാക്ക് നിങ്ങൾ സ്പെഷ്യൽ കമ്മിറ്റി എന്നോ അഡ്വോക്ക് കമ്മിറ്റി എന്നോ ഒരു താൽക്കാലിക സംഘമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഈ സംഘടനയെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയോ തുടർന്നുള്ള ആക്ഷനുകളിലോ നിലനിർത്തിക്കൊണ്ടു പോവുക, നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തത്തിന്റെ പുറത്തുള്ള അംഗങ്ങളാണ് ഞങ്ങൾ എല്ലാവരും. ഇടാൻ പറ്റാത്ത പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ചെക്കിൽ ഒപ്പിടേണ്ടത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററാണ്. പക്ഷേ ഒരു 3 പേരും ട്രഷറർ ഇന്ത്യയിൽ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് പോയി. അദ്ദേഹം ആദ്യമേ പറഞ്ഞില്ല, അദ്ദേഹം സഹകരിപ്പിക്കുന്നില്ല. ഈ സഭയിൽ വന്നപ്പോൾ തന്നെ ഭൂരിപക്ഷത്തോടെ ഇത് അക്കൗണ്ട്സ് തള്ളി. കാരണം അക്കൗണ്ട്സ് പ്രോപ്പർ അല്ല എന്ന് മാത്രമല്ല, അക്കൗണ്ട്സിൽ ട്രഷറർ 3 പേര്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ പറഞ്ഞു ഞാനിതിൽ ഒപ്പിട്ടിട്ടില്ല, ഞാനിതിന് ഉത്തരവാദിയല്ല എന്ന് അദ്ദേഹം പറയും കൂടെ ചെയ്തതോടുകൂടി ഈ അംഗങ്ങൾ അക്കൗണ്ട്സ് തള്ളി. അപ്പോൾ അക്കൗണ്ട്സ് തള്ളിയപ്പോൾ തന്നെ ഓഡിറ്ററും പറഞ്ഞ് ഞങ്ങൾ അക്കൗണ്ട്സ് കറക്റ്റ് അല്ല, പൂർണ്ണമല്ല എന്ന് സമ്മതിച്ചു അവിടെ വെച്ച് ജനറൽ ബോഡി. അപ്പോഴത്തന്നെ അതിൻ്റെ ആ സംഘടനയുടെ ഭൂരിപക്ഷം പോയി. ഭൂരിപക്ഷം പോയതിന് ശേഷം ഒരു അവിശ്വാസ പ്രമേയം വന്നു. അത് ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പേ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ രാജിവെച്ച് 140ഓളം ആളുകൾ ഒപ്പിട്ടൊരു അവിശ്വാസ പ്രമേയം അവിടെ കൊണ്ടുവരാൻ. ഈ അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു, ഞങ്ങൾ ഒഴിയുന്നു എന്ന് പറഞ്ഞിറങ്ങി പുറത്ത് വന്ന് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അതാണ് ഞങ്ങളെല്ലാവരും കുക്കു പരമേശ്വരൻ ഇന്ന് സംസാരിക്കുന്നവരെയും ഞങ്ങളെല്ലാവരും ശ്രീമതി മല്ലിക സുമാരൻ രാജി കൊടുത്തു എന്ന് പത്രക്കാരോട് പറഞ്ഞു. അതേപോലെ അവർ കൊടുത്തു. ഭരണസമിതിയുണ്ട്. ഏതൊരു സൊസൈറ്റിയിലും ഒരു കാര്യം പറയാം, അടിസ്ഥാനപരമായി എടുക്കുന്ന അന്തിമ തീരുമാനം ജനറൽ ബോഡിയുടേതാണ്. ജനറൽ ബോഡിയുടെ തീരുമാനത്തെ നിരസിക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയത്തില്ല. എന്ത് തന്നെ ബൈലോയിലുണ്ടെങ്കിലും എന്തൊക്കെ ബൈലോയിൽ പറഞ്ഞാലും ശരി തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനറൽ ബോഡി എടുക്കുന്ന ഏത് തീരുമാനം, അപ്പോൾ ഇപ്പം ഈ കെട്ടിടം അങ്ങ് വിറ്റേക്കാം അല്ലെങ്കിൽ പൊളിച്ചു വയ്ക്കാം എന്ന് ജനറൽ ബോഡിക്ക് തീരുമാനിക്കാം. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ ഒരു വ്യക്തിക്കോ തീരുമാനിക്കാം, ഒരു ഭാരവാഹിക്ക് തീരുമാനിക്കുന്നത്. പക്ഷേ ജനറൽ ബോഡിക്ക് എന്ത് തരം തീരുമാനങ്ങളും എടുക്കാൻ അധികാരമുണ്ട്. ആ ജനറൽ ബോഡി കൂടിയിരിക്കുമ്പോൾ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വിട്ടൊരു ജനറൽ ബോഡിയിലാണ് ഈ സംഭവം പറയുന്നതും ഞങ്ങൾ കുറച്ചുപേരെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ഈ സാങ്കേതിക ഇവര് രാജിവെച്ച് പോയി എന്നൊരു കമ്മിറ്റി മുഴുവൻ പറയുകയും പൊതുവായിട്ട് പ്രഖ്യാപിക്കുകയും ജനറൽ ബോഡിയിൽ പറയുകയും ചെയ്ത് അവിടുന്ന് ഇറങ്ങിപ്പോയ ശേഷം ആ ജനറൽ ബോഡി കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇതിന് മറ്റൊരു ഉപാധി കണ്ടെത്താണ്ട് പിരിഞ്ഞു പോകാൻ പറ്റുമോ? ഈ ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിന്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. ജനറൽ ബോഡിയിലാണ് ഇവരത് രാജി പ്രഖ്യാപിച്ചു പോയത്. അത് ചാനലിൽ വന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ജനറൽ ബോഡിയിൽ ഒരാൾ രാജി സമർപ്പിച്ചാൽ അത് ജനറൽ ബോഡിയുടെ കീഴ്വഴക്കം അനുസരിച്ച് അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിന് ഈ രാജി പ്രഖ്യാപിക്കുന്ന ജനറൽ ബോഡിയിലാണ്. ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് രാജി പ്രഖ്യാപിക്കുന്നു. അത് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, സംഘടനയിലെ അംഗത്വവും രാജിവെച്ചു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് സംസാരിച്ചതും അവർ രാജിവെക്കുന്നു, എൻ്റെ പ്രാഥമിക അംഗത്വം തന്നെ രാജിവെക്കുന്നു. തൊട്ടടുത്ത ദിവസം ഒരു ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട് ഐ ആം ഔട്ട്, ഐ ആം നോട്ട് ഇൻ അമ്മ എന്ന് പറയുന്നുണ്ട്. അമ്മയിൽ തന്നെ ഇല്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ഇന്നേ ദിവസം വരെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മാധ്യമങ്ങളുടെ അറിവ് മാത്രമേ ഞങ്ങൾക്കും ഉള്ളൂ. പക്ഷേ ഇമെയിലിൻ്റെ ആക്സസ് ഞാൻ കിട്ടിയിട്ടില്ല. കുക്കു പരമേശ്വരൻ ഇപ്പോൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് രാജി ഇതുവരെ അയച്ചിട്ടില്ല. അതേസമയം മല്ലിക സുകുമാരൻ അയച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീമതി മല്ലിക സുകുമാരനും ലക്ഷ്മി പ്രിയയും രാജി ഇമെയിലിൽ അയച്ചിട്ടുണ്ട് എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞു. ഇത് രണ്ടും കുക്കു പരമേശ്വരൻ പറഞ്ഞതാണ്.
ഇല്ല, ഇവരാരും തന്നെ അങ്ങനെ ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് അയച്ചിട്ടില്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്തോ അല്ല, അങ്ങനെയല്ല. അത് പറഞ്ഞുതരാം. അത് അഡ്വോക്ക് കമ്മിറ്റി എങ്ങനെ നിലവിൽ വരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ജനറൽ ബോഡിയിൽ വെച്ച് ഒരു സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഞാനും എൻ്റെ കമ്മിറ്റിയും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഈ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുക, സംഘടന പൂട്ടാൻ പറ്റൂല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ഷൻസ് ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവരത്രത്തിൽ ഇറങ്ങി പോകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യപ്രകാരം ഒരു സ്പെഷ്യൽ കമ്മിറ്റി, നിങ്ങൾ അഡ്വോക്ക് കമ്മിറ്റി എന്നോ സ്പെഷ്യൽ കമ്മിറ്റി എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. ഇതിപ്പോൾ പൊതുവെ ഇത്തരത്തിലെ കമ്മിറ്റികൾ അഡ്വോക്ക് കമ്മിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ആ പേര് പറയുന്നതാണ്. ശ്വേത അടക്കമുള്ള ആളുകൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ജനറൽ ബോഡി എടുക്കുന്ന ഏത് തീരുമാനം, അത് ഇപ്പം ഈ കെട്ടിടം അങ്ങ് വിറ്റേക്കാം അല്ലെങ്കിൽ പൊളിച്ചു വയ്ക്കാം എന്ന് ജനറൽ ബോഡിക്ക് തീരുമാനിക്കാം. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ ഒരു വ്യക്തിക്കോ തീരുമാനിക്കാം, ഒരു ഭാരവാഹിക്ക് തീരുമാനിക്കുന്നത്. പക്ഷേ ജനറൽ ബോഡിക്ക് എന്ത് തരം തീരുമാനങ്ങളും എടുക്കാൻ അധികാരമുണ്ട്. ആ ജനറൽ ബോഡി കൂടിയിരിക്കുമ്പോൾ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വിട്ടൊരു ജനറൽ ബോഡിയിലാണ് ഈ സംഭവം പറയുന്നതും ഞങ്ങൾ കുറച്ചുപേരെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത്. ഈ സാങ്കേതിക ഇവര് രാജിവെച്ച് പോയി എന്നൊരു കമ്മിറ്റി മുഴുവൻ പറയുകയും പൊതുവായിട്ട് പ്രഖ്യാപിക്കുകയും ജനറൽ ബോഡിയിൽ പറയുകയും ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ആ ജനറൽ ബോഡി കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇതിന് മറ്റൊരു ഉപാധി കണ്ടെത്താണ്ട് പിരിഞ്ഞു പോകാൻ പറ്റുമോ? ഈ സംഘടന നടന്നു പോകണ്ടേ, ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ? അപ്പോൾ പൊതുവിൽ എല്ലാവർക്കും താല്പര്യമുള്ള വിശ്വാസമുള്ള കുറച്ച് ആളുകളെ അവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഉത്തരവാദിത്വം അവരിൽ ഏൽപ്പിച്ചു. അതൊരു